ഹായ്. ഖനികളെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ട്. നമ്മൾ ഈ KGF സിനിമയൊക്കെ കണ്ട സമയത്ത് ഈ ഖനികൾ, അതുമായിട്ട് ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾ, അവരുടെയൊക്കെ ദുരവസ്ഥകൾ ഒക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കൽക്കരി ഖനികളെക്കുറിച്ചാണ്. ഇന്ത്യയുടെ വികസനമായിട്ട് ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് വികസിത് ഭാരത്, അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ കോൾ അല്ലെങ്കിൽ കൽക്കരി എന്ന് പറയുന്നത്. ഈ ആഗോള താപനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരുപാട് ഈ കാർബൺ എമിഷനുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്യപ്പെട്ട് കൽക്കരി ഖനികളെ വിമർശിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ത്യയുടെ വികസനവുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പ്രധാനമായിട്ടും 8 കോർ ഇൻഡസ്ട്രികൾ, ഇവർക്കൊക്കെ ഈ കൽക്കരി ആവശ്യമാണ്. പെട്ടെന്നൊന്നും നമുക്ക് ഈ കൽക്കരിയെ മാറ്റി നിർത്താനോട്ട് കഴിയത്തില്ല. അപ്പോൾ റീസെൻ്റ്ലി ഒരു പഠനം പുറത്തു വന്നു. ലോകത്തിലെ ഏറ്റവും വലിയ 10 കോൾ മൈനുകൾ, കൽക്കരി ഖനികൾ. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട 2 എണ്ണം ഒന്നുകൂടെ എടുത്തു പറയുകയാണെങ്കിൽ 2ഉം 4ഉം സ്ഥാനമുള്ളത് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള കോൾ മൈനുകൾക്കാണ്. അവരുടെ പേര് ഗവ്ര, കുഷ്മുണ്ട എന്നിങ്ങനെ 2 എണ്ണമാണ്. ഇത് രണ്ടും ഒരേ സംസ്ഥാനത്ത് നിന്നാണ്, ഛത്തീസ്ഗഡിൽ നിന്നാണ്. മാത്രമല്ല ഒരേ ജില്ലയിൽ നിന്നാണ്. ജില്ലയുടെ പേര് കോർബ. ശരിക്കും പറയുന്നത് ഒരു വർഷത്തിൽ ഈ ഗവ്ര, അതുകൊണ്ട് തന്നെ കുഷ്മുണ്ട കോൾ മൈനുകളിൽ നിന്ന് രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നത് മോർ ദാൻ 100 മില്യൺ ടൺസ് ഓഫ് കോൾസ് ആണ് എന്നുള്ളതാണ്. അതായത് ഈ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ആകെ കൽക്കരിയുടെ 10% കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ പറഞ്ഞ ഗവ്ര, അതുകൊണ്ട് തന്നെ കുഷ്മുണ്ട കോൾ മൈനുകളാണ്. ഈ ഗവ്ര 2ാം സ്ഥാനത്തും കുഷ്മുണ്ട 4ാം സ്ഥാനത്തുമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കൽക്കരി ഖനി എന്ന് പറയുന്നത് അമേരിക്കയിലാണ്. അതിൻ്റെ പേര് ബ്ലാക്ക് തണ്ടർ എന്നാണ്. 3ാം സ്ഥാനം അമേരിക്കയാണ്. 5ാം സ്ഥാനം വരുന്നത് ചൈനയ്ക്കാണ്. ശരിക്കും കോൾ ഇന്ത്യ ലിമിറ്റഡ് എന്ന് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്. അപ്പോൾ ഈ കോൾ ഇന്ത്യ ലിമിറ്റഡിൻ്റെ സബ്സിഡറി ആയിട്ടുള്ള സൗത്ത് ഈസ്റ്റേൺ കോൾ ഫീൽഡ്സ് ലിമിറ്റഡ്, അതിൻ്റെ ഭാഗമായിട്ടുള്ള 2 ഖനികളാണ് ഈ ഗവ്ര എന്നുള്ളതും കുഷ്മുണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇനി മുമ്പോട്ടുള്ള നാളുകളിലും ഏറ്റവും വൈദഗ്ധ്യമുള്ള, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികളൊക്കെ യൂസ് ചെയ്തിട്ട് അവിടെ കൂടുതൽ കോൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും അതുവഴി ഇന്ത്യയുടെ വികസനത്തിലേക്ക് കുതിക്കുന്നതിനും നമുക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല പ്രധാന കോളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ആന്ത്രസൈറ്റ്, ബിറ്റുമിനസ്, ലിഗ്നൈറ്റ്, പീറ്റ്, ഇങ്ങനെ പലതരത്തിലുള്ള കാർബൺ കണ്ടന്റിന്റെ ക്വാളിറ്റി, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല പല കോളുകളായിട്ട് നമ്മൾ വ്യത്യസ്തമായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ worldatlas.com എന്ന് പറയുന്ന ഒരു പോർട്ടലാണ് ഇപ്പോൾ നിലവിൽ ഇത്തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് തന്നിട്ടുള്ളത്. ഈ ജോഗ്രഫിയൊക്കെ ബന്ധപ്പെട്ടിട്ട് പഠനങ്ങൾ നടത്തുന്ന ഒരു പോർട്ടലാണ് ഈ worldatlas.com എന്ന് പറയുന്നത്. എന്തായാലും ഇന്ത്യക്ക് അഭിമാനിക്കാൻ സാധിക്കുന്ന ഒരു വിവരമാണ് വന്നിരിക്കുന്നത്. ലോകത്തിലെ എണ്ണം പറഞ്ഞ ഏറ്റവും വലിയ 10 കോൾ മൈനുകൾ പ്രധാനപ്പെട്ട 2 എണ്ണം നമ്മുടെ രാജ്യത്ത്. അപ്പോൾ ഇവരുടെ സംഭാവന മുന്നോട്ടും നല്ല രീതിയിൽ വരട്ടെ. 2047 വികസിത് ഭാരത് എന്നുള്ള വലിയ സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു.